നമസ്കാരം. കൊല്ലം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പിനിരയായവർ 60-ലേറെ പേർ. ഉദ്യോഗാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്തത് ഏകദേശം 4 കോടിയിലേറെ പണമെന്ന് ആരോപണം. കൊല്ലം ബിഷപ്പ് ജെറോം നഗറിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിന് എതിരെയാണ് ആക്ഷേപമുയരുന്നത്. കൊല്ലം കടവൂർ സ്വദേശി അരുൺ സോളമന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ 2 വർഷം മുൻപാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയത്. സൈബർ ഇടങ്ങളിൽ 4 ലക്ഷം രൂപയ്ക്ക് ഇറ്റലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി എന്ന പരസ്യം കണ്ടാണ് പലരും ഇവരെ ബന്ധപ്പെടുന്നത്. വളരെ വേഗം വിശ്വാസ്യത പിടിച്ചുപറ്റിയ സംതൃപ്തിക്ക് വിസ ആവശ്യമുള്ളവർ പണം നൽകാനും മടിച്ചില്ല. പലരും വിദേശത്തും സ്വദേശത്തും നല്ല ജോലി നോക്കിയ ആളുകൾ പോലും ഈ പരസ്യം കണ്ട് ജോലി രാജിവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ ഇവിടെ എത്തിയിരുന്നു. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടങ്ങൾ വാങ്ങിക്കൂട്ടിയവരും അടക്കം നിരവധി ആളുകളാണ് ഇവരെ വിശ്വസിച്ച് പണം നൽകിയത്. പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ എന്നിങ്ങനെ അധിക പൈസയും ചെലവായി. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച ആളുകളുടെ പ്രതീക്ഷ സ്വപ്നമായി തന്നെ അവശേഷിച്ചു. മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടതോടെ പണം നൽകിയവർക്ക് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പലരും പണം തിരികെ ചോദിച്ചെന്നാൽ പണം നൽകാൻ ഇവർ വിസമ്മതിച്ചു. ഇതോടുകൂടി തട്ടിപ്പിനിരയായവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ളവർ നിരവധി പരാതികൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി എഫ്ഐആറുകൾ പ്രതികൾക്കെതിരെ രേഖപ്പെടുത്തി. എന്റെ മോന് 22 വയസ്സേ ഉള്ളു. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാ ഉള്ളത്. അപ്പൊ ഇവൻ പോയി രക്ഷപ്പെട്ടാലല്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തോളം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവൻ പുറത്തുപോയി ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് ഈ ഇറ്റലിയിലേക്കുള്ള വിസയുടെ കൊടുത്തത് ആദ്യമേ 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് വിസ ഉടനെ ശരിയായിട്ടുണ്ട്, ഒരു 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇതങ്ങ് ക്യാൻസലായി പോവും, ഇതിന് കയറി പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ 4 രൂപ പലിശയ്ക്ക് ഒരാണ് പൈസ എടുത്തിട്ട് 4 ലക്ഷം രൂപ മൊത്തത്തിൽ 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ പലിശ കൊടുത്ത് അവസാനം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്കാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, പലിശയും കൂടെ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പോകാനായിട്ട് എനിക്ക് വിസ വേണ്ട, നിങ്ങൾ എനിക്ക് പലിശ കൊടുക്കാൻ വയ്യ, എനിക്ക് പൈസ തിരിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തിരിച്ചതാന്ന് പറഞ്ഞ് ഇവിടെ ഓഫീസിൽ, ഈ ജെറോം നഗറിലെ ഓഫീസിൽ നമ്മൾ പേപ്പറെല്ലാം കൊടുത്തതും പൈസ കൊടുത്തതും എല്ലാം അവർ തന്ന സംതൃപ്തിയുടെ ഒരു അക്കൗണ്ടിലാണ് പൈസ, നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പൈസ തിരിച്ചു വേണമെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ തിരിച്ചിട്ട് തന്നു. ബാക്കി 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ബഹളം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മൊത്തം ഫേക്കാണ് എന്ന്. മോനെ കൊണ്ട് PCC എടുപ്പിച്ച് പിന്നെ സർട്ടിഫിക്കറ്റ് ഡൽഹി പോയി അറ്റസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിന് 4000 രൂപ, PCC എടുപ്പിച്ച് പിന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കണമെന്നും പറഞ്ഞിട്ട് ഇറ്റലി പോകണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം അത് എന്നും പറഞ്ഞിട്ട് ഭാഷ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പുറകെ നമ്മളെ കൊണ്ട് ഒരുപാട് പൈസ. എൻ്റെ മോനെ കൊണ്ട് വിസ വന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കയറണമെന്നും പറഞ്ഞിട്ട് പെട്ടിയും ഡ്രസ്സ് സഹിതം എന്നെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ മോന്. ആകെപ്പാട് എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ എനിക്ക് ഈ പൈസയുടെ പലിശ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എത്തിപ്പെട്ടത് ഇവർ പള്ളി ഗ്രൂപ്പിനകത്ത്, കടവൂർ പള്ളിയുടെ ഗ്രൂപ്പിനകത്ത് ഇവർ ആഡ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് ആ ആഡും പ്രകാരമാണ് നമ്മൾ ഇവരെ സമീപിച്ചത്. എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപയെ ആകത്തോളൂ പോകാനായിട്ട്, ഇറ്റലി പോകാൻ 4 ലക്ഷം രൂപയെ ആകത്തോളൂ എന്നുള്ള രീതിയിൽ ആ ആഡും പ്രകാരമാണ്. സോളമനായിരുന്നു ആ ആഡ് അവിടെ കടവൂർ പള്ളിയുടെ ഗ്രൂപ്പിനകത്ത്, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടത്. അതും പ്രകാരമാണ് നമ്മൾ വന്നത്. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് സോളമൻ സെബാസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റിൻ ജോൺ, പിന്നെ ഇവിടെ ഈ ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അരുൺ സോളമനാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പം ഒരു വെളുത്തൊരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവൾ ആരാന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ പിന്നാണ് നമ്മൾ അറിയുന്നത് അഞ്ജലി സോളമൻ എന്ന് പറയുന്നത് സോളമൻ്റെ മോളാണ്. അപ്പോൾ ഇവർ ഫാമിലിയോടെ ചേർന്ന് നമ്മൾ എല്ലാവരെയും പറ്റിക്കാനുള്ള ഇത് കളിപ്പിക്കലാണെന്ന് ആദ്യം കണ്ടുപിടിച്ച ഒരു ചെറുക്കനുണ്ട്. അവന് ഈ 4 ലക്ഷം രൂപയും കൊടുത്ത് അവർ സെറ്റിൽ ചെയ്ത്. അവൻ ആ പൈസ മേടിച്ചതിന് ശേഷം, അവൻ്റെ പൈസ അവൻ മേടിച്ചതിന് ശേഷം അവൻ നമ്മളെയൊക്കെ അറിയിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞു ഇന്നാണൊക്കെ ഇത് കളിപ്പിക്കലാണ്, ഈ പോക്കൊന്നും നടക്കത്തില്ല. ആകെപ്പാട് നമ്മൾ തകർന്ന ഒരവസ്ഥയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും രൂപയും പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്നേ വരെ കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഈ പൈസയുടെ പേരിൽ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക. നമ്മൾ ഇവരെ വീട്ടിൽ ചെന്ന് ഇവരെ വൈഫിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ
ആ വൈഫിനെ നമ്മൾ ചീത്ത വിളിച്ചു, ഓരോ വീട്ടിൽ ചെന്ന് അസഭ്യം പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് വനിതാ സെല്ല് വരെ നമ്മുടെ പേര് കേസ് കൊടുത്തേക്കുക. നമ്മൾ അരുൺ സോളമൻ അതായത് ഈ ഓഫീസിൽ നിന്ന് നമുക്ക് സംതൃപ്തിയുടെ ഒരു അക്കൗണ്ട് നമ്പറാണ് തന്നത്. ആ അക്കൗണ്ട് നമ്പറിലാണ് നമ്മൾ പൈസ ഇട്ട് കൊടുത്തത്. അവർക്ക് നമ്മൾ കയ്യിലല്ല കൊടുത്തത്, അവർ തന്ന അക്കൗണ്ട് നമ്പറിലാണ് നമ്മൾ പൈസ ഇട്ട് കൊടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് പൈസ ഇങ്ങനെ കബളിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ജോണും ഈ സോളമനും അരുൺ സോളമനും ഇവർ 3 പേരുമാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ജസ്റ്റിൻ ജോൺ എന്ന് പറയുന്നത് അരുൺ സോളമന്റെ സോളമൻ സെബാസ്റ്റ്യന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഭർത്താവാണ്. അത് അവര് അനിയത്തിനെയും ചേട്ടത്തിനെയാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെ. നമ്മൾ കേസ് കൊടുത്തേക്കുന്നത് 3 പേരുടെയും പേര് വെച്ച് തന്നെ. ഏത് അമ്മയും കൂടെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡയാലിസിസും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ അവിടെ ചെന്ന് സോളമന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവര് നമ്മുടെ പൈസയും വാങ്ങിച്ചിട്ട് നമ്മളെ അടിക്കാനായിട്ട് അവിടെ ആളെ നിർത്തിയേക്കുക. അവിടെ പൈസയ്ക്ക് വേണ്ടി ചെല്ലുന്നവരെ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള 2 ആൺപിള്ളേരെ അവിടെ നിർത്തിയേക്കുക. അവന്മാർ പറയുന്ന ഭാഷ കേട്ടാൽ നമുക്ക് തന്നെ നാണക്കേട് വരും. ആ രീതിയിലുള്ള ഭാഷയാണ് അവന്മാർ പറയുന്നത്. കേസ് കൊടുത്തത് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് കേസ് ഫയൽ ചെയ്തത്. പിന്നെ ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തേക്കുവാണ്. ഹൈക്കോടതിയിൽ നമ്മൾ അവരെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് റിട്ട്. നമ്മൾ എല്ലാവരും ചെന്ന കണക്ക് നമ്മൾ ഈ 64 പേര് ചെന്നതിൽ നമ്മുടെ കരച്ചിൽ, ഞാൻ സത്യത്തിൽ അന്നൊന്നും ഇങ്ങനെ സംസാരിച്ചില്ല, ഞാൻ നിന്ന് കരഞ്ഞത്. കാര്യം ഇത്രയും പൈസയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ആദ്യം നമ്മൾക്ക് പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ പൈസ തരാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം, എനിക്ക് അത് എങ്ങനെ സംഘടിപ്പിക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു സമയം തരണം, 10 ദിവസം ഒന്ന്. ഈ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പേരിൽ കേസ് വരുക. അവരെ വീട്ടിൽ ചെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അവരെ നമ്മൾ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ വൈഫിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. സത്യത്തിൽ വനിതാ സെല്ലി വന്ന് കാണുമ്പോഴാണ് അതാണ് സോളമന്റെ വൈഫെന്ന് പോലും നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അവരെ ഒന്നും ചീത്ത വിളിക്കുകയോ ഒന്നും ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ കേസ് ആ രീതിയിൽ നമ്മുടെ പേര് മാത്രമല്ല, വേറെ പലരെ, ഞങ്ങൾ 4 ജോഷി, പിന്നെ ജിൻസൺ, ആഗ്നൽ, എവിൻ 4 പേരുടെ പേരിലാണ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് വന്നേക്കുന്നത്. സംതൃപ്തി ഇത് ഇവിടെ കാണുന്ന ഈ ഓഫീസ് വഴിയാണ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടത്. അതായത് 100ഓളം യുവാക്കളും യുവതികളും ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓഫീസ് വഴി തന്നെ. അതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുമ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ഒരു ജസ്റ്റിൻ ജോണും ഇവരാണ് മെയിൻ റിക്രൂട്ടേഴ്സ്. അപ്പം ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഏകദേശം ഇപ്പം ഇത്ര ആൾക്കാരല്ല, പലരും ഈ ഓൾ ഓവർ കേരള ആയതുകൊണ്ട് പലർക്കും ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ഇതിന്റെ പുറകെ നടന്ന് അവരെ ജോലി പോലും അവർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല. ദിനചര്യകളൊക്കെ എല്ലാം തകടം പറഞ്ഞുകൊണ്ടിരിക്കുക. കയറാത്ത ഓഫീസുകളില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത കംപ്ലൈന്റുകളില്ല. ഇപ്പം എല്ലാവരുടെ ഫോണിൽ നോക്കിയാലും സാറേ ഈ തുണ ആപ്പ് ഉണ്ട്. ഇപ്പോൾ തുണ ആപ്പ് വഴി കൊടുക്കുന്ന കംപ്ലൈന്റ് മൊത്തം ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യുക. അവരെ നമ്മളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കാര്യം ചോദിക്കുകയോ ഒന്നും തിരക്കാതെ തന്നെ ഈ പറഞ്ഞ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഗവൺമെന്റും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അവരെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ നമ്മൾ പൈസ ചോദിച്ച് വീട്ടിൽ പോയതുകൊണ്ട് ഇവർ ഒത്തിരി പണക്കാരാണ്, പൈസ ഉള്ളവർ. ഇവർ ഈ പറഞ്ഞ ഹൈക്കോടതിയിലെ വക്കീലിനെ കണ്ടിട്ട് നമുക്കെതിരെ റിട്സ് ഫയൽ ചെയ്തിരിക്കുക. അതായത് വീട്ടിൽ ഞങ്ങൾ പോയിക്കൂടാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിസ്സഹായരാണ്. പിന്നെ നമ്മളിവിടെ വരും, സ്വാഭാവികമായിട്ടും ഈ ഓഫീസിൽ വരാനേ വഴിയുള്ളൂ. അങ്ങനെ കൂടിയിരിക്കാൻ ഞങ്ങൾ ഇന്ന്. അപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഫിൻലാൻഡുകാരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷവും, ഏകദേശം ഒരു 3.5-4 കോടിയുടെ സ്കാം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് തന്നെ. ഈ ഇറ്റലിയുടെ കള്ളത്തരമാണെന്ന് പൊളിഞ്ഞിട്ടും അപ്പം ഈ പറഞ്ഞ കണക്ക് സ്കാം ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവരെ ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ കംപ്ലൈന്റ്, അതായത് ഇത്രയും നാളും ആയതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഞങ്ങളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അവിടെ ഇവർ വരുമ്പോൾ ഞങ്ങൾ സെറ്റിൽ ആയിക്കോളാം, ഞങ്ങളെ ഇപ്പോൾ ഒന്ന് ഉപദ്രവിക്കരുത്, നിങ്ങളെ പേഴ്സണലായിട്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് നമ്മളെ നെഗ്ലക്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേർക്കെതിരെ വനിതാ സെല്ലിലും അതായത് വനിതാ സ്റ്റേഷനിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തത്, വനിതാ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇയാളുടെ മരുമകൾ. ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്തിന്റെ എല്ലാ റെക്കോർഡിങ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവരാരും ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടില്ല, ഇവരുമായിട്ട് ഞങ്ങളും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ സംസാരിച്ചിട്ടുള്ളത് സോളമനും ഈ അരുണിനോട് മാത്രം. അപ്പം ഈ ഞങ്ങളെ നേരിട്ട് കാണാത്ത വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. ഈ സോളമന്റെ മരുമകൾ സെലസിനെ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ പരാതി വനിതാ സെല്ലിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ തന്നെ പ്രസന്ന സോളമന്റെ വൈഫിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല.
ഇവരും ഞങ്ങൾക്കെതിരെ പരാതി പോയി കൊണ്ടുപോയി അതായത് കാണാത്തവരുടെ പേരിൽ പോയി പരാതി പറയുക. അപ്പം നമ്മളിപ്പോഴും അയാളെ സോളമൻ സാർ എന്ന് പറഞ്ഞിട്ട് ഓഫീസ് സംബോധന ചെയ്യുന്നത്. അത്രയ്ക്കും നമ്മൾ റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ പുള്ളിയെ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പോൾ എന്നിട്ടാണ് ഈ ഒരു ചതി നമ്മളോട് ചെയ്തത്. ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജോലി തന്നെ രാജിവെപ്പിച്ച് പലരും ഇക്കൂട്ടത്തിലുള്ള പലരും ദുബായിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് ജോലി രാജിവെപ്പിച്ചു. ഞാൻ തന്നെ മത്സ്യപ്പെട്ടി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഇപ്പം ജോലിയില്ലാതെ നിൽക്കുക. അപ്പം നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ, ഈ പൈസ കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് ഒരു നീതിയും കിട്ടുന്നില്ല, ഒരു ന്യായവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുകയാണ് നിങ്ങളുടെ സഹായം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത്. പുള്ളിയും റിക്രൂട്ടറാണ്, 2 റിക്രൂട്ടേഴ്സാണ്. ഒന്ന് സോളമൻ സെബാസ്റ്റ്യനും ജസ്റ്റിൻ ജോണും. അപ്പം ജസ്റ്റിൻ ജോൺ ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സാറേ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ. അപ്പം പരാതി പല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഛത്തീസ്ഗഡിൽ ഉള്ള ആൾക്കാർ വരെ ഉണ്ട്. അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇല്ലാത്തത്. ഇപ്പോൾ ഛത്തീസ്ഗഡ്, ചെന്നൈ, കന്യാകുമാരിയിൽ നിന്ന് 3 പിള്ളേരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഓൾ ഓവർ കേരള, എറണാകുളം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുക. എറണാകുളത്തിലെ ആൾക്കാർ ഓരോ സമയവും വന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 2ാമത്തെ വട്ടം എറണാകുളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ നമ്മൾ നടന്ന് ബുദ്ധിമുട്ടുക, ധാരാളം ബുദ്ധിമുട്ടും മാനസികമായിട്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഈ പറഞ്ഞ ഈ ഒരു കേരളത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊരു ന്യായം കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇപ്പം ഇല്ലാതായിരിക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി എന്താണ് അങ്ങോട്ടൊന്ന് ഞങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഞങ്ങളെല്ലാവരും ഹെൽപ്ലെസ്സാണ്. പലരും പറഞ്ഞ കണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിൽക്കുക. FIR ഇട്ടിട്ടുണ്ട് സാർ. FIR ഇട്ടിട്ടും ഈ പറഞ്ഞ പ്രതികൾ വിലസി നടന്നുകൊണ്ടിരിക്കുക. 2 കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അപ്പം 2 കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അതിന്റെ കോപ്പികളും ഇതിന്റെ ഫുൾ റെക്കോർഡിങ്സ്, അതായത് ഒരു 8 GB പെൻഡ്രൈവ് തന്നെ ഉണ്ട് സാർ. അത് വോയിസും ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെന്റ്സ്, ഇവർക്കെതിരായിട്ടുള്ള ഡോക്യുമെന്റ്സും വീഡിയോ റെക്കോർഡിങ്സും PDF ഫയലുകളും ഒരുപാടുണ്ട് സാറേ. എന്നിട്ടും നമുക്കൊരു ഹെൽപ്പ് ഏതൊരു ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഈ പുതിയൊരു ഗവൺമെന്റ് നമുക്കത് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് വരുമ്പോഴത്തേക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരായിരിക്കും വരുന്നതെന്നുള്ള ഒരു ധാരണയിലാണ് ഇവര്. എല്ലാം ഒരു 22, 25, 30 വയസ്സിന് താപ്പോട്ട്, 30-ന് മേപ്പോട്ടുള്ളത് 1-2 പേരേ ഉള്ളൂ ഈ ഗ്രൂപ്പിനകത്ത്. ഈ 10, 65 പേര് വന്നതിൽ ഒരു 20, 25 വയസ്സിനകത്തുള്ള പിള്ളേരാണ് മൊത്തത്തിൽ. എന്ന് വെച്ചാൽ അത് പ്രായമുള്ളവരില്ല. എല്ലാവരും അവരവരെ കുടുംബം രക്ഷപ്പെടുമെന്ന് വെച്ചിട്ടല്ലേ, മക്കൾ പുറത്തു പോയി ജോലി ചെയ്ത് രക്ഷപ്പെടുമെന്ന് വെച്ചിട്ടാണ് ഇതിനകത്ത് വന്ന് തല വെച്ച് കൊടുത്തത്. ഇറ്റലിയിൽ പോകാനായിട്ട് 64 പേരുടെ കയ്യിൽ നിന്നാണ് ഇവർ പൈസ മേടിച്ചേക്കുന്നത്, ഇറ്റലി പോകാൻ. അതിലിപ്പം ഈ 4 ലക്ഷം രൂപ വെച്ച് ആർക്കൊക്കെ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ മെയിനായിട്ടുള്ള ആൾക്കാർ. കടവൂരിൽ നിന്ന് കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ആർക്കൊക്കെ ഇവർ പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഇവിടെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ആർക്കൊക്കെ പൈസ കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല.